സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടന്നാലോ? ആകാശിന് ഒരു എക്സാം ഉണ്ടായിരിക്കും. അതിനായിട്ട് സമ്മതം ചോദിക്കുന്നുണ്ട് ബാലന്റെ അടുത്ത്. ബാലനാണെങ്കിൽ അത്രയ്ക്കങ്ങ് ഇഷ്ടമൊന്നുമല്ല, എന്നാലും സമ്മതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനുവിനെ ഓഫീസിലോട്ടാക്കാനായിട്ട് ആകാശം കൂടെ പോകുന്ന വഴിക്കില് മീനു പറയുന്നുണ്ട്, ആകാശേ ഞാനൊരു സ്കൂട്ടി എടുത്താലോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. എന്താ നിന്റെ അഭിപ്രായം? ആകെ കൂടെ ഒരു പ്രശ്നമുള്ളത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കേണ്ടതാ. അച്ഛനോട് ചോദിച്ച് സമ്മതം വാങ്ങിക്കണ്ടേ? ഇനിയിപ്പോ അതാ ഒരു പ്രശ്നം. നീ എന്താ ആകാശേ ഒന്നും മിണ്ടാത്തെ? അങ്ങനെ മീനു കണ്ണാടിയിലൂടെ ആകാശിനെ നോക്കുന്നുണ്ട്. എന്തൊക്കെയോ മനസ്സിലിങ്ങനെ പറഞ്ഞോണ്ട് പോവാ. ഇവനെ ഉറക്കെ ചീത്ത പറയാതെ മനസ്സിൽ എന്നെ ചീത്ത പറയാന്നാ തോന്നുന്നത്. മിണ്ടാതിരിക്കുന്ന നല്ലത് എന്നും പറഞ്ഞ് മീനു മിണ്ടാതെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങിയതിന് ശേഷം ആകാശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ആകാശേ ഞാൻ ചോദിച്ചതിന് നീ ഒരു മറുപടിയും തന്നില്ലല്ലോ? എന്താ നീ ചോദിച്ചേ? അപ്പൊ ഞാൻ ചോദിച്ചതൊന്നും നീ കേട്ടില്ലേ? പിന്നെ നീ എന്താ ആലോചിച്ചിട്ടാ ഇതുവരെ ഇങ്ങോട്ട് വന്നത്? ഞാനേ ഇന്നലെ പഠിച്ചതെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയതാ. നീ പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ നീ ഇങ്ങോട്ട് വരുന്നതിന്റെ ഇടയില് വണ്ടികളും സിഗ്നലും ഒന്നും ശ്രദ്ധിച്ചില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ നീ പറയുന്നത് മാത്രം ഞാൻ ശ്രദ്ധിച്ചില്ല മീനു, സോറി. അതൊന്നും കുഴപ്പമില്ല. നീ നല്ല പോലെ പഠിച്ച് എക്സാം എഴുതിയാൽ മതി. അല്ല, നിനക്ക് നല്ല ഷർട്ടൊന്നും ഇല്ലല്ലോ. ആനന്ദേട്ടൻ്റെ കല്യാണത്തിന് വാങ്ങിയ ഷർട്ട് ഉണ്ടല്ലോ, നല്ല ആളാ. ആ ഷർട്ട് ഇട്ടിട്ടാണോ നീ എക്സാമിന് പോകുന്നേ? അതൊന്നും പറ്റില്ല. ഫോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ഷർട്ട് വാങ്ങിക്കണം. നിന്റെ അച്ഛൻ എടുത്ത് തന്ന ഷർട്ടല്ലേ? കടും കളർ ഷർട്ടൊന്നും എക്സാമിനിട്ട് പോകുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നീ നല്ലൊരു ഷർട്ട് വാങ്ങിക്ക. അത് വേണോ മീനു? വേണം. നല്ല ലൈറ്റ് കളറ് നല്ലൊരു ഷർട്ട് നീ വാങ്ങിക്കണം. ഇനി മറക്കരുതേ. ഇല്ല മീനു, ഞാൻ വാങ്ങിച്ചോളാം. അങ്ങനെ ആകാശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് രാമേട്ടനെയും ധർമ്മനെയും ആകാശിനെയും ആയിരിക്കും. കടയൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരിക്കും. ഈ സമയത്ത് രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ ആകാശേ, നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അവനെ നാളത്തെ എക്സാം ഇന്നാ ഞങ്ങളോട് പറഞ്ഞത്. അത്രയൊന്നും ഇല്ലല്ലോ രാമേട്ടനോട് പറയാത്തത്. എന്തായാലും ഭാര്യയും ഭർത്താവും ചേർന്ന് എല്ലാം മറച്ചു വെച്ചിരിക്കുക എന്ന് ധർമ്മൻ പറയുന്നു. അങ്ങനെയൊന്നും അല്ല, ഞാൻ എങ്ങനെയാ നിങ്ങളെടുത്ത് ഇത് പറയാന്ന് കരുതിയിട്ടാ ഇത്രയും നീട്ടിക്കൊണ്ടു പോയത്. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ തന്നെ നിനക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട്. ബാലനാണെങ്കിൽ എല്ലാവരും നിന്ന് വർത്താനം പറയുന്നത് കാണുമ്പോ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഇതുവരെ നിങ്ങളുടെ ജോലിയൊന്നും കഴിഞ്ഞില്ലേ? ദേ ആകാശേ, നാളെ മണ്ഡപത്തിലോട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാ. നീ തന്നെ വേണം അതൊക്കെ നോക്കാനായിട്ട്. നാളെ ഒരു 11 മണിയാവുമ്പോ നീ സാധനങ്ങളുമായിട്ട് മണ്ഡപത്തിലോട്ട് പോയാൽ മതി. അത് പിന്നെ അച്ഛാ, ധർമ്മൻ പറയുന്നുണ്ട്. അളിയൻ എന്ത് വർത്താനാ പറയുന്നേ? നാളെ ആകാശിന് എക്സാം ഉള്ളതല്ലേ, അക്കാര്യം അളിയൻ മറന്നോ? ഓ, അത് ശരിയാണല്ലോ. എന്ത് എക്സാം? അതിനൊക്കെ പോയിട്ട് നിനക്കിപ്പോ ജോലി കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? നാളെ കടയിൽ നിന്നാ പോരെ? അളിയൻ അങ്ങനെയൊന്നും പറഞ്ഞ് ആകാശിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. നാളത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളുണ്ടല്ലോ ഇവിടെ. ആകാശിനെ വെറുതെ വിട്ടേക്ക് എന്ന് ധർമ്മൻ പറയുന്നു. എന്തെങ്കിലൊക്കെ ആവട്ടെ. അങ്ങനെ ആകാശ് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛാ, എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അച്ഛൻ എനിക്കൊരു 500 രൂപ തരുമോ? 500 രൂപയോ? നിനക്കെന്തിനാ ഇപ്പൊ 500 രൂപയുടെ ആവശ്യം? അത് നാളെ എക്സാമിന് പോകുമ്പോ ഇടാനായിട്ട് ഒരു ഷർട്ട് എടുക്കാനാ. ഷർട്ട് എടുക്കാനോ? ആനന്ദിന്റെ കല്യാണത്തിനല്ലേ നിനക്ക് ഞാൻ ഷർട്ട് എടുത്തു തന്നത്? അതിട്ട് പോയാ മതി. അച്ഛാ, അത് ഒരു ഫോർമൽ ഷർട്ട് എടുക്കാനായിരുന്നു. എന്ത് ഷർട്ട്? നിനക്കൊരു ഷർട്ടും ഇല്ല. 500 രൂപയ്ക്ക് ഷർട്ട് എടുക്കാഞ്ഞിട്ടാ. വീട്ടിലുള്ള ഏതെങ്കിലും ഷർട്ട് ഇട്ട് പോയാൽ മതി. അല്ലാതെ ഇപ്പൊ ഇതിനായിട്ടൊരു ഷർട്ട് എടുക്കാനൊന്നും നിനക്ക് ഞാൻ പൈസ തരില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓരോന്ന് വന്ന് ചോദിച്ചോളും. രാമേട്ടാ, നമുക്കൊരു ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് പോവാം. അങ്ങനെ രാമേട്ടനെ കൂട്ടി ബാലൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആകാശിന് വല്ലാതെ സങ്കടമായിരിക്കും. ആകാശ് ധർമ്മന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ മാമ, ഞാനൊരു 500 രൂപയല്ലേ ചോദിച്ചോളൂ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കാണെങ്കിൽ മറുത്തൊന്നും അച്ഛനോട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ പിന്നെ ഞാൻ മിണ്ടാ നിൽക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യ്. എൻ്റെ 2 ഷർട്ടേ ഇടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മജന്ത കളർ ഷർട്ടും ഒരു പച്ച കളർ ഷർട്ടും. അതിലേതെങ്കിലും നീ എടുത്തോ. എന്നിട്ട് നാളെ എക്സാമിന് പോകുമ്പോ നീ അതിട്ടോ. വേണ്ട എൻ്റെ മാമന്റെ ഒരു നീല കളറും പച്ച കളറും എനിക്കൊരു ഷർട്ടും വേണ്ട. അപ്പോഴേക്കും മീനു വിളിക്കുന്നുണ്ട്. ആ, മീനു ആണല്ലോ, നീ എടുത്ത് സംസാരിക്ക്. രാമേട്ടാ, അവളെ വിളിച്ചാ എടുക്കണ്ട. അവള് മെസ്സേജ് അയച്ചിട്ടും എന്നോട് ചോദിച്ചതാ ഷർട്ട് എടുത്തോ എന്ന്. ഞാനാണെങ്കിൽ മെസ്സേജിന് റീപ്ലൈ പോലും കൊടുത്തില്ല.
അതിന് നീ എന്തിനാ അവള് ഫോൺ എടുക്കാതിരിക്കുന്നേ? നിന്റെ ഭാര്യയെയും പേടിയാ, അച്ഛനെയും പേടിയാ. ഇങ്ങനെയൊന്നും പേടിക്കാൻ പറ്റില്ല. നീ ഫോൺ എടുത്ത് സംസാരിച്ചേ. ധർമ്മൻ എങ്ങനെ ഫോൺ എടുത്ത് ആകാശിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്താ ആകാശേ, നീ എന്തോ ഫോൺ എടുക്കാത്തെ? എന്തൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു, ഒരു റീപ്ലൈ പോലും നീ തന്നില്ലല്ലോ. നിനക്കവിടെ വല്ല തിരക്കുവാണോ? ആ, ഞാൻ കുറച്ച് തിരക്കില്ല. ഇവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ മെസ്സേജ് അയച്ചപ്പോ റീപ്ലൈ തരാഞ്ഞേ. അല്ല, നീ ഷർട്ട് എടുത്തോ? അത് ഇല്ല, ഞാൻ ഷർട്ട് എടുത്തില്ല. വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഷർട്ട് എടുത്തോളാം. എന്തിനാ എൻ്റെ ആകാശയെ കള്ളം പറയുന്നത്? എൻ്റെ മീനു ഇവിടെ അളിയൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോ അളിയൻ പൈസ കൊടുത്തില്ല. അവൻ ഷർട്ട് എടുക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ മീനുവിനാണെങ്കിൽ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. മീനു അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യാ. പിന്നീടായിട്ട് കാണിക്കുന്നത് മീനു ഓഫീസിൽ നിന്ന് റോട്ടിലൂടെ നടന്നു വരുമായിരിക്കും. നടന്നു വരുന്ന വഴിയിൽ മീനു തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എല്ലായിടത്തും മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു അച്ഛനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു ഡ്രസ്സ് എടുക്കാൻ ഒരു 500 രൂപ കൊടുക്കുന്നതിന് എന്താ ഇത്ര പ്രശ്നം? വെറുതെ ഒന്നും അല്ലല്ലോ. ആകാശ് അവിടെ എല്ലാം മുറിയെ പണിയെടുക്കുന്നുണ്ട്. അവൻ ചോദിക്കുമ്പോ ഒരു ഷർട്ട് എടുക്കാനൊക്കെ പൈസ കൊടുത്താല് എന്താ കുഴപ്പമുള്ളത്? എന്റെ യഥാർത്ഥ സ്വഭാവം ഇവരൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, അച്ഛനാണ് അമ്മയാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും റോഡിലൂടെ നടന്നു വരുന്നത്. റോഡിലൂടെ നടന്ന് പിച്ചുമ്പഴയും പറയുന്നത് ആരും കാണുന്നുണ്ട്. ഏട്ടത്തി ഏട്ടത്തി എന്തൊക്കെയാ പറഞ്ഞു പോകുന്നേ? ഓ നീയോ? അതൊന്നും അല്ലടാ, ഞാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞതാ. ഇന്നത്തെ നിന്റെ വർക്കെല്ലാം കഴിഞ്ഞോ? നീ ഫ്രീ ആണോ? ആ ഏട്ടത്തി, എങ്ങോട്ടെങ്കിലും പോവാനാണോ? എനിക്കേ ഇവിടെ അടുത്തുള്ള ഒരു കടയിലോട്ട് പോവാനുണ്ട്. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോവാം. എന്നാ ശരി ഏട്ടത്തി, വാ നമുക്ക് പോവാം. അങ്ങനെ ടെക്സ്റ്റൈൽസിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ആകാശിന് ഒരു ഷർട്ട് എടുക്കാനായിരിക്കും. ഒരുപാട് ഷർട്ട് വലിച്ചിടുന്നുണ്ടായിരിക്കും. എന്നാ എടുത്തു തരുന്ന ആൾക്ക് വരെ ദേഷ്യം വരുന്നുണ്ട്. ചേട്ടാ, വേറെ നല്ല കളറൊക്കെ കാണിച്ചാ ഇതൊന്നും കൊള്ളില്ല. അങ്ങനെ വീണ്ടും ഷർട്ടെല്ലാം എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഏട്ടാ ദേഷ്യപ്പെടാതെ സമാധാനത്തില് 1-2 കളേഴ്സും കൂടെ ഒന്ന് കാണിച്ചതാ ഏട്ടാ. അങ്ങനെ വീണ്ടും ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആരിന് വരെ അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. എന്തിനാ ഇത്രയേറെ ഡ്രസ്സെല്ലാം വലിച്ചു വാരി ഇടുന്നേന്നോർത്ത്. അങ്ങനെ ആരും ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഏട്ടത്തി എന്തിനാ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നേ? അതൊക്കെ സെലക്ട് ചെയ്യണം. നീ ഇത്ര നേരമായിട്ട് നിന്റെ ഏട്ടനെ പറ്റിയ ഒരു ഡ്രസ്സ് നീ എനിക്ക് കാണിച്ചു തന്നോ? അപ്പൊ പിന്നെ നീ മിണ്ടാതെ അവിടെ ഇരിക്കുന്ന നല്ലത്. അങ്ങനെയാണോ? ചേട്ടാ, ആ ഷർട്ടിങ് എടുത്തേ. ഇതെങ്ങനെയുണ്ട്? ഇത് ഏട്ടനെ നല്ല പോലെ ചേരും. ഈ കളറ് നിന്റെ ഏട്ടന് നല്ല പോലെ ചേരും. അല്ലെങ്കിലും എൻ്റെ ആകാശിന് എല്ലാ ഷർട്ടും നല്ല പോലെ ചേരും, അതിപ്പോൾ ഏത് കളറാണെങ്കിലും. പക്ഷേ ഈ ഷർട്ട് വേണ്ട. നീ എന്താടെ ഇങ്ങനെ? നീ നിന്റെ അച്ഛനും ഒരുപോലെയാണല്ലോ. അന്നേ ആനന്ദേട്ടൻ്റെ കല്യാണത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും യൂണിഫോം പോലത്തെ ഒരു ഡ്രസ്സ് എടുത്ത് തന്നില്ലേ? അത് ഈ കളറാ. ഒന്ന് കണ്ണു തുറന്നു നോക്ക്. അച്ഛനും മോനും പച്ച നീല അങ്ങനെ ഡാർക്ക് കളർ അല്ലാതെ ഒന്നും കണ്ണു പിടിക്കില്ലേ? ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഞാൻ വേറെ ഷർട്ട് എടുത്തു തരാം. ഇതെങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ? പിന്നെ ഇത് നമുക്കേ ഗോവയിലോട്ട് ട്രിപ്പ് പോകുമ്പോൾ ഇടാം. ഇതേ എക്സാമിന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാ. എടാ, നിനക്കൊരു ഫോർമൽ ഷർട്ട് ഏതാണെന്ന് പോലും അറിയില്ലേ? നീയും കണക്കാ, നിന്റെ അച്ഛനും കണക്കാ, നിന്റെ ഏട്ടന്മാരും കണക്കാ. എന്നാലേ ഏട്ടത്തിയെ സമയം കൂടെ നോക്കുന്നത് നല്ലതാ. ഇത്രയും വൈകിട്ടേ വീട്ടിലെത്തിയാലേ ഏട്ടത്തിയുടെ കാര്യത്തിൽ തീരുമാനാവേ. ആണല്ലേ? ഞാനെന്തായാലും മിത്രയെ വിളിച്ച് കാര്യം പറയട്ടെ. മിത്രയും ദേവിയും ഗോമതിയും അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുവായിരിക്കും. മിത്രയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. ദേവി ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. മീനു ആണല്ലോ. ആ ചേച്ചിയാണല്ലേ, ഞാൻ ഫോൺ എടുക്കട്ടെ. അങ്ങനെ മിത്ര അവിടെ തന്നെ നിന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മിത്രക്കുട്ടി, എന്ത് ചെയ്യാ? ഓ, ഇന്ന് വല്ലാത്ത സ്നേഹമാണല്ലോ. സ്നേഹം വഴിഞ്ഞൊഴുകുന്നുണ്ടല്ലോ. എന്തു പറ്റി? അത് പിന്നെ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ കാര്യം? എന്നാൽ എൻ്റെ മിത്രമോളൊന്നും മിണ്ടണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ഞാനേ ടെക്സ്റ്റൈൽസിലോട്ട് വന്നിരിക്കുക, ആകാശിന് ഒരു ഷർട്ട് എടുക്കാനായിട്ട്. എൻ്റെ അമ്മായച്ചനുണ്ടല്ലോ ബാലൻ, അങ്ങനെ ഒരു 500 രൂപ ചോദിച്ചിട്ട് എൻ്റെ ഭർത്താവിന് കൊടുത്തില്ല. അപ്പം പിന്നെ എനിക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഭർത്താവിന് നല്ലൊരു അടിപൊളി ഷർട്ട് എടുക്കാനായിട്ട് ഞാനേ ടെക്സ്റ്റൈൽസിലോട്ട് വന്നിരിക്കുക. ഞാൻ കുറച്ച് വൈകിട്ടേ വരൂ. നീയേ അമ്മയോടും അച്ഛനോടും അവിടെ എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് പിടിച്ചു നിൽക്കണേ. ചേച്ചി വരാൻ എത്ര സമയമെടുക്കും? ചേട്ടാ, ഈ കട എത്ര മണിക്ക് അടയ്ക്കുക? ഒരു 8:30 ആ, ഞാൻ 8:30 ഇവിടുന്ന് ഇറങ്ങും. ഒരു 9 മണിയുള്ളിൽ ഞാൻ വീട്ടിലെത്തും. മോളെ, എല്ലാവരോടൊന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കണേ. ഓക്കെ, ശരി ചേച്ചി. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്താ അവള് നിന്നെ വിളിച്ച് എന്താ പറഞ്ഞേ? അതെ, ചേച്ചിക്ക് ഓഫീസിൽ ഓഡിറ്റിംഗ് ആണെന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിട്ടേ വരുമെന്ന്
ഒരു 9 മണിയൊക്കെ ആവുമെന്നാ പറഞ്ഞത്. അല്ല, നീ അവിടുത്തെ അമ്മായിമ്മ, ഞാൻ അവിടുത്തെ അമ്മായിമ്മ. അതിനെന്താ സംശയം? അപ്പച്ചി തന്നെയാ ഇവിടുത്തെ അമ്മായിയമ്മ. എന്നിട്ട് അവൾ എന്താ എന്നെ വിളിക്കാതെ നിന്നെ വിളിച്ച കാര്യം പറയുന്നേ? അതെ, അപ്പച്ചിയുടെ ഫോണിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന്, അതുകൊണ്ടാ എന്റെ ഫോണിലോട്ട് വിളിച്ച്. എന്തായാലും കൊള്ളാം. ഗവൺമെന്റ് ജോലി ആയപ്പോ ഞാൻ കരുതിയത് വൈകിപ്പോയി നേരത്തെ വരാമെന്നാ. ഇതിപ്പോ രാത്രിയും അവൾക്ക് ജോലി തന്നെയാണല്ലോ. ഇടയ്ക്കൊക്കെ ഇതുപോലെ വർക്കൊക്കെ കാണും അപ്പച്ചി. അതിന് അപ്പച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഞാൻ ദേഷ്യപ്പെട്ടതൊന്നുമല്ല. നിങ്ങൾ എന്തായാലും ജോലി വേഗം നോക്ക്. ഇപ്പൊ വരും ബാലേട്ടൻ. അങ്ങനെ മീനു ആകാശിനുള്ള ഡ്രസ്സിങ്ങിനെ സെലക്ട് ചെയ്തോണ്ടേ ഇരിക്കുമായിരിക്കും. ഏതൊക്കെ എടുത്താലും മീനുവിന് അങ്ങ് തൃപ്തി വരുന്നുണ്ടായിരിക്കില്ല. അവസാനം ഒരു ഷർട്ട് ഇഷ്ടപ്പെടുവാണ്. ആര്യനും സന്തോഷാവുന്നുണ്ട്. ഇത്രയൊക്കെ തെരഞ്ഞിട്ട് ഒരു ഷർട്ട് കിട്ടിയല്ലോ. അപ്പോഴായിരിക്കും അതിലൊരു കറ കാണുന്നത്. അയ്യോ ആര്യ, ഇത് പറ്റില്ല. ഇതിൽ കണ്ടോ, ഒരു കറയുണ്ട്. അതെന്തായാലും ആകാശിന് പറ്റില്ല. വേറെ ഷർട്ട് നോക്കട്ടെ ചേട്ടാ. അങ്ങനെ വീണ്ടും വീണ്ടും ഷർട്ട് എടുത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുക. അവസാനം ഇഷ്ടപ്പെട്ടൊരു ഷർട്ടും എടുത്ത് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ബാലൻ കടയിൽ നിന്ന് വീട്ടിലെത്തിക്കാണും. എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ട്. മീനുവിന് ഓഫീസിൽ ഓഡിറ്റിംഗ് ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആര്യനും മീനുവും കൂടെ ഒരുമിച്ച് വീട്ടിലോട്ട് കയറി വരുന്നുണ്ട്. അല്ല, ആര്യൻ എങ്ങനെയാ മീനുവിനെ കിട്ടിയത്? അത് ഞങ്ങളൊരു ഷർട്ട് എടുക്കാനായിട്ട് ടെക്സ്റ്റൈൽസിലോട്ട് പോയതായിരുന്നു. ആര്യനാണെങ്കിൽ സത്യം അങ്ങ് വിളിച്ചു പറയാണ്. മീനു ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ആണോ മീനു, നീ എന്തിനാ ഇപ്പൊ ഷർട്ട് എടുക്കാനായിട്ട് ടെക്സ്റ്റൈൽസിലോട്ട് പോയത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ബാലൻ ചോദിക്കുന്നു. അത് അച്ഛാ, ഞാന് ആകാശിന് നാളെ എക്സാം അല്ലേ, അപ്പോ അതിനിട്ട് പോവാനായിട്ട് ഒരു ഷർട്ട് എടുത്തതാ. അതിന് ഞാൻ ആകാശിന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ ഷർട്ട് ഇപ്പൊ എടുക്കണ്ടെന്ന്. ആകാശ് നിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു കാണും അല്ലേ ഞാന് ഷർട്ട് എടുക്കാൻ പൈസ തന്നില്ല എന്ന്? ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഷർട്ട് എടുത്തതാ. എന്തായാലും അവന് നാളെ എക്സാമിന് പോവാനായിട്ട് നല്ലൊരു ഷർട്ട് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ. എത്ര ഷർട്ട് അവിടെ ഇരിക്കുന്നത്. അന്ന് ഓണത്തിനെടുത്തതും വിഷുവിനെടുത്തതും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പടുത്താ ആനന്ദിന്റെ കല്യാണത്തിന് 1-2 ഷർട്ട് എടുത്തത്. ഇതൊക്കെ ഉണ്ടാവുമ്പോ എന്തിനാ വേറെ ഷർട്ട് എടുത്തത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ മീനുവിനോട് ദേഷ്യപ്പെട്ട് ബാലൻ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ സന്തോഷത്തിന് ഒരു ഷർട്ട് എടുത്തന്നേ ഉള്ളൂ. ബാലേട്ടാ, അവളെ ഇങ്ങനെ വഴക്ക് പറയല്ലേ. അവൾക്ക് അവളെ ഭർത്താവിന് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെങ്കിൽ എല്ലാവരുടെ സമ്മതം വേണോ? മോളാ ഷർട്ടിങ് തന്നെ, ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഗോമതിയെ ഷർട്ട് എടുത്ത് നോക്കുന്നുണ്ട്. അതിൽ 2000 രൂപ എന്നായിരിക്കും എഴുതി കാണുക. എന്നാ ഗോമതിയുടെ കണ്ണില് അത് 200 രൂപയാ. ഗോമതി പറയുന്നുണ്ട്, ആഹാ, 200 രൂപയുടെ ഷർട്ടോ? അത് അടിപൊളിയായിട്ടുണ്ടല്ലോ. നല്ല ഷർട്ടാണല്ലോ ബാലേട്ടാ. 200 രൂപയ്ക്ക് ഇത് ലാഭാണ്. 200 രൂപയോ? 200 രൂപയ്ക്ക് ഷർട്ടോ? നോക്കട്ടെ. ഇതേ 200 രൂപയല്ല, 2000 രൂപയാ. 2000 രൂപയുടെ ഷർട്ടൊക്കെ വാങ്ങിക്കാൻ നിനക്ക് എങ്ങനെയാ തോന്നിയത്? 2000 രൂപയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും ചോദിച്ചാല് നിന്റെ പൈസയല്ലേ, അതില് എന്തിനെങ്ങനെ അഭിപ്രായം പറയുന്നേന്ന് നീ തന്നെ ചോദിക്കും. എന്തിനാച്ചാ അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടല്ലോ മുൻപൊരു തവണ, അതുകൊണ്ട് പറഞ്ഞതാ. ഇതിപ്പോ 2000 രൂപയുടെ ഷർട്ടോ? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതച്ചാ, അത് നല്ല ബ്രാൻഡാ, അതുകൊണ്ടാ. എന്ത് ബ്രാൻഡ്? അത് അച്ഛാ, ചില ഷർട്ടിന് ഇത്രയൊക്കെ രൂപയുണ്ട്. ഇതിലും കൂടുതലാ പല ഷർട്ടിനും. കടയിൽ പോകുമ്പോ ഞാൻ കാണാറൊക്കെ ഉണ്ട് എന്ന് ആനന്ദ് പറയുന്നു. ദേ ആകാശേ, നീ നിന്റെ ഷർട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ആകാശ് അങ്ങനെ ഷർട്ട് എടുത്ത് വരുന്നുണ്ട്. 2 ഷർട്ടും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ബാലൻ നോക്കുന്നുണ്ട്. ഈ 2 ഷർട്ടും തമ്മില് എന്താ വ്യത്യാസമുള്ള, നീ തന്നെ ഒന്ന് നോക്ക് എന്നും പറഞ്ഞ് മീനുവിന്റെ നേരെ നീട്ടുന്നുണ്ട്. മീനു ആണെങ്കിൽ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. കണ്ടോ, 2 ഷർട്ടും സെയിമാ. ഇതേ 250 രൂപയ്ക്ക് തുണി എടുത്ത് അടിക്കൂലിയായിട്ട് 250 രൂപയും കൊടുത്ത് മൊത്തം 500 രൂപയ്ക്ക് ഞാൻ ഇവിടെ അടുപ്പിച്ചു കൊണ്ടുവന്ന ഷർട്ടാ. ഈ ഷർട്ടും നീ എടുത്ത് 2000 രൂപയുടെ ഷർട്ടും തമ്മില് എന്താ ഒരു വ്യത്യാസം ഉള്ളത്? അല്ലെങ്കിലും പൈസയ്ക്കൊന്നും ഈ വീട്ടില് ഇവരൊന്നും ഒരു വിലയും തരുന്നില്ല. 1 രൂപയെങ്കിലും 1 രൂപ എവിടെയെങ്കിലും ലാഭിക്കാൻ നോക്കുമല്ല. 2000 രൂപയുടെ ഷർട്ടേ, അതും എക്സാമിന് പോകുമ്പോ. എന്തെങ്കിലും പഠിച്ച് ആ എക്സാമിന് പാസ്സാവെങ്കിൽ കുഴപ്പമില്ല. വെറുതെ ചുമ്മാ പൈസ കളയാനായിട്ട് ഓരോന്ന് ചെയ്തോളും. വില കൂടിയ ഷർട്ടിലൊന്നുമല്ല വലിയ കാര്യം, അവരവരുടെ ബുദ്ധിയിലും പ്രവൃത്തിയിലുമാ ആ കാര്യം കാണിക്കേണ്ടത്. അല്ലാതെ 2000 രൂപയുടെയും 5000 രൂപയുടെയും ഡ്രസ്സൊന്നും ഇട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ലച്ചാ, ഇനി ആവർത്തിക്കില്ല. അങ്ങനെ ഷർട്ട് എടുത്ത് മീനു റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നാ ബാലനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ.
എന്നാ ആകാശിന്റെ അടുത്ത് ഗോമതി പറയുന്നുണ്ട്, ആകാശേ, മീനു ആകെ സങ്കടപ്പെട്ടാ പോയിരിക്കുന്നെ. അവള് ചെയ്തതില് തെറ്റൊന്നുമില്ല. നീ അവളെ പോയിട്ട് സമാധാനിപ്പിക്ക്. അങ്ങനെ ആകാശിനെ റൂമിലോട്ട് വിടുന്നുണ്ട്. ആകാശ് മീനുവിന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, മീനു, നീ വിഷമിക്കാതിരിക്ക്. എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്കറിയായിരുന്നു ഈ ഷർട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന്. അപ്പൊ പിന്നെ നിനക്ക് സങ്കടമൊന്നുമില്ല? അച്ഛൻ പറഞ്ഞാല് എനിക്ക് സങ്കടമൊന്നുമില്ല. എനിക്ക് സങ്കടമുള്ളത് അച്ഛൻ അത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോഴാ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത്. ഞാൻ നിന്നോട് അച്ഛനോട് വഴക്കിടാനൊന്നും പറയുന്നില്ല, എന്നെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറയുന്നില്ല. എന്നാലും മീനു പറഞ്ഞത് ശരിയല്ലേ എന്നൊന്നും ചോദിക്കേണ്ടത് നിന്റെ മര്യാദയായിരുന്നു. അത്ര പോലും നീ ചോദിച്ചില്ലല്ലോ. അത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കും ദേഷ്യം വന്നതാ. എൻ്റെ ഇതാ ഈ തൊണ്ട വരെ എത്തിയതാ. എന്നാ അതിനപ്പുറം എനിക്ക് അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാനങ്ങനെ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാ പിന്നെ ഞാൻ ഒന്നും പറയാത്തത്. എന്തോ ആയിക്കോട്ടെ, നിനക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ എക്സാമിന് പോകുമ്പോൾ ഈ ഷർട്ട് ഇട്ട് എക്സാം അടിപൊളിയായിട്ട് എഴുതണം. എന്നിട്ട് ആ ജോലി മേടിച്ച് നീ അച്ഛന് കാണിച്ചു കൊടുക്കണം. അച്ഛൻ പറയുന്നുണ്ടല്ലോ നിനക്ക് ആ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്ന അച്ഛൻ്റെ മുൻപിൽ അപ്പോയിൻമെന്റ് ഓർഡറുമായിട്ട് നീ വന്ന് നിൽക്കണം. അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ മീനു, നിന്റെ ആഗ്രഹം പോലെ ഞാനത് വാങ്ങിച്ചിരിക്കും എന്ന് ആകാശം പറയുന്നു. അങ്ങനെ ഇന്നത്തെ റിവ്യൂ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. കമന്റ് ഇടാനും മറക്കല്ലേ. നാളെ വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.